ഗുഡ് ഈവനിങ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ മുറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ കൂടെ പരിസരവും നീറ്റായിട്ട് വെക്കുന്നത് എനിക്കൊരു ജോലിയല്ല, എനിക്കതൊരു എൻ്റർടൈൻമെൻറ്റാണ്. പനി ആയതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീടിൻ്റെ മുൻവശം മാത്രമേ തൂത്തിടുന്നുള്ളായിരുന്നു. ഇവിടെ പിന്നെ വിജിലംബിച്ച മുറ്റം ഉള്ളത് കൊണ്ട് എത്ര തൂത്താലും തീരുകയില്ല. ചുറ്റിനും റബ്ബറും ആണല്ലോ. ഇപ്പം ഇല ഒഴിയുന്ന സമയം കൂടെ ആയതുകൊണ്ട് എപ്പോഴും ഇല ഇങ്ങനെ വീണോണ്ടേയിരിക്കും. കുറച്ച് മുമ്പ് തൂത്ത സ്ഥലം ഇപ്പം പോയി നോക്കിയാൽ അവിടെ അപ്പടി കരിയിലയായിരിക്കും. നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഞാൻ ചെടി കൊണ്ട് നടാനായിട്ട് പ്ലാനൊക്കെ ഇട്ടെങ്കിലും അവിടോട്ടുള്ള ചെടിയൊന്നും അങ്ങനെ സെറ്റായില്ല കേട്ടോ. വെയിലില്ലാത്ത സ്ഥലമാണല്ലോ. ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ ലീഫി പ്ലാന്റ്സിൻ്റെ തന്നെ കുഞ്ഞു തൈകളൊക്കെ ഉണ്ടാകുമ്പം അതിലോരോന്ന് ഇവിടെ കൊണ്ടുവെക്കാവുന്ന. ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്. ഇത് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമുക്ക് അതിനോടൊരു അഡിക്ഷൻ എന്നാണേലും ഉണ്ടാവും. അവിടെ ബഡ്ഡ എന്ന് പറഞ്ഞൊരു മാവ് കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ കോല് പോലെ പോകുന്നതല്ലാതെ ഇതുവരെ അത് പൂക്കോ കായ്ക്കോ ഒന്നും ചെയ്തിട്ടില്ല. പറ്റിപ്പായിരുന്നെന്ന് തോന്നുന്നു. വയലറ്റ് കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നേരത്തെ എവിടെ വെക്കണമെന്നൊന്നും ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. എൻ്റെ അവസ്ഥ കണ്ടിട്ട് അത് പിടിക്കുമോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല. അധികം ഹൈറ്റ് വെക്കാത്തതാ. അപ്പം ഞാൻ നമ്മുടെ ഗേറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് സ്പേസ് കിടപ്പുണ്ടായിരുന്നു. ആ രണ്ട് സൈഡിലുമായിട്ട് അത് വെച്ചിട്ടുണ്ട്. പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ. തുരുതുരാ മഴ പെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് മഴ വന്നും പോയി നിൽക്കുവാണല്ലോ ഇപ്പം. അതുകൊണ്ട് പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം നല്ല സന്തോഷത്തിലാണ്. അപ്പം ഞാൻ നമ്മുടെ ഇതിൻ്റെ പേരെന്നായിരുന്നു, ഇത് കണ്ടിട്ട് നമുക്ക് മനസ്സിലായില്ലേ, ഈ ചെടിയുടെ പേര് ഞാൻ മറന്നുപോയേ. ഈ പ്ലാന്റ് പ്രൂൺ ചെയ്ത് നിർത്താൻ ഓർത്തു. അങ്ങ് കോല് പോലെ പോവുമായിരുന്നു. അപ്പം ബുഷിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ വെട്ടിയ ഭാഗമല്ല അതിലോട്ട് തന്നെ കുത്തി കുത്തി വെച്ചു. ഇപ്പം മഴയുള്ളത് കൊണ്ട് അത് വാടിപ്പോവുകയില്ലായിരിക്കും. ചിലപ്പം പെട്ടെന്ന് പുതിയത് പൊട്ടി പൊട്ടി മുളയ്ക്കുമായിരിക്കും. പൂവുള്ളപ്പം 10 മണി വെട്ടാൻ ഇച്ചിരി വിഷമം വരുവേ. ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഓരോ ചെടികളും നട്ട് വെച്ച് കഴിഞ്ഞ് പിന്നൊരു കാത്തിരിപ്പാണ്. അതോരോ പുതിയ ഇലകൾ ഇടുന്നതും ഓരോ പൂ തരുന്നതും ഒരു കുഞ്ഞ് വളരുന്നത് കാണുന്നത് പോലെ നമ്മൾ നോക്കി നിൽക്കും. ഒന്നോർത്താൽ നമ്മൾ നട്ടും നനച്ചും വളർത്തുന്ന ഇവരും നമ്മുടെ മക്കൾ തന്നെയല്ലേ. അപ്പം ഇന്നത്രയൊക്കെ ഉള്ളൂ. വീഡിയോ